അബോർഷന്റെ ലീഗൽ വശങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ രാജ്യത്തെ അബോർഷൻ ലീഗലായ ഒരു കാര്യം തന്നെയാണ്. അതായത് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് എന്ന് പറയുന്ന നിയമപ്രകാരം 20 വീക്സ് വരെ അബോർഷൻ ടോട്ടലി ലീഗലായ കാര്യമാണ്. കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതേപോലെ 24 വീക്സ് വരെ സ്പെഷ്യൽ കാറ്റഗറീസിലുള്ള ആളുകൾക്ക് എന്താ പറയുക, ഈ പറഞ്ഞ അബോർഷൻസ് ലീഗലാണ്. രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ മുഖാന്തരമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഇപ്പോൾ സമീപകാലത്ത് ഒരു യുവതി ആത്മഹത്യ ചെയ്തതായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഭർത്താവ് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് തൻ്റെ അനുമതിയില്ലാതെ നാട്ടിൽ പോയി അബോർഷൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഭർത്താവിൻ്റെ അനുമതി അബോർഷൻ ചെയ്യാൻ നിർബന്ധമാണോ? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് എന്ന് പറഞ്ഞൊരു നിയമത്തിൽ എവിടെയും പറയുന്നില്ല ഹസ്ബൻഡിൻ്റെ കൺസെൻറ്റ് ഉണ്ടായാൽ മാത്രമേ ഈ പറയുന്ന വൈഫിന് അബോർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം. സോ ഇവിടെയും നിയമം പറയുന്നില്ല. സോ ടെക്നിക്കലി അങ്ങനെ ഒരു സംഭവം ഇവിടെയും പറയാത്തത് കൊണ്ട് മാരീഡ് വുമണ് ഹസ്ബൻഡിൻ്റെ കൺസെൻറ്റ് ചോദിക്കേണ്ട ആവശ്യകത ഇല്ല എന്ന് തന്നെയാണ് നിയമം പറയുന്നത്. എനിക്ക് തോന്നുന്നു കേരള ഹൈക്കോടതിയുടെ 2022 വന്ന ജഡ്ജ്മെൻറ്റിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതായത് മാരീഡ് വുമണ് ഹസ്ബൻഡിൻ്റെ കൺസെൻറ്റ് എടുക്കേണ്ട ആവശ്യകത ഇല്ല എന്നുള്ള കാര്യം. ഇതാണ് നിയമത്തിൻ്റെ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന ഫാമിലി സെറ്റപ്പിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഒരു ചോദിക്കാൻ ചോദ്യമാണ്. കാരണം ഹസ്ബൻഡിനോട് പറയേണ്ടേ എന്നുള്ള കാര്യം. കാരണം കുട്ടി എന്ന് പറയുന്നത് രണ്ടുപേരുടെയും കൂടെയാണല്ലോ. സോ ആ സിറ്റുവേഷൻ അങ്ങനെ അബോർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അബോർഷൻ ആണ് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കൺസെൻറ്റിനേക്കാൾ കൂടുതലും അതൊന്ന് അറിയിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് ഇതിൻ്റെ എല്ലാവിധ പെയിനും കാര്യങ്ങളൊക്കെ ബിയർ ചെയ്യേണ്ടത് സ്ത്രീകൾ തന്നെയാണ്. ഈ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ടിരുന്ന ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് അവർ തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും കൺസെൻറ്റ് ഇല്ലെങ്കിൽ പോലും അതൊന്ന് അറിയിക്കേണ്ടത് നല്ലതായിരിക്കുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്. പക്ഷേ നിയമപ്രകാരം കൺസെൻറ്റ് ചോദിക്കേണ്ട ആവശ്യകത ഇല്ല. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഈ സ്ത്രീക്കെതിരെ ഒന്നും ഭർത്താവിന് കംപ്ലൈൻ്റ് ആയിട്ട് പോകാൻ പറ്റില്ല? ഒന്നും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല അതിൽ.